ഇന്ന് തമിഴ്നാട്ടില് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, അതായത് ടയർ 1 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി രജനീകാന്ത് ആൻഡ് വിജയ്. അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ കളക്ഷൻ ബേസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ രജനീകാന്തിനേക്കാൾ കൂടുതൽ ബിസിനസ് നടത്തുന്ന ഒരു വലിയൊരു ആക്ടറാണ് വിജയ് എന്ന് പറയുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, വിജയ് പൊളിറ്റിക്സിലോട്ട് കയറാണെന്നുണ്ടെങ്കിൽ, സിനിമ എന്ന് പറയുന്ന മീഡിയം വിട്ട് സൂപ്പർ സ്റ്റാർഡം വിട്ട് അദ്ദേഹം ജനങ്ങളിലോട്ട് ലയിച്ച് ചേരാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനമാണോ അല്ലയോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അഭിനയം ഉപേക്ഷിക്കും, രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ച് നടൻ വിജയ്. ഇന്ന് കണ്ടായിരുന്ന ഒരു ഹോട്ട് ന്യൂസ് ആയിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും, വായിച്ചു കാണും. ഇദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയായിരിക്കും തലപതി 69. ഇനി ഒരു LCU സിനിമയ്ക്കകത്ത് ഇദ്ദേഹം ഉണ്ടാവില്ലേ എന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങളോട് ബാക്കി എടുക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ മലയാളത്തിലടക്കം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. പണ്ട് ഷാരൂഖ് ഖാൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കാണ്. ഐ എം ദ ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇനിയൊരു സൂപ്പർ സ്റ്റാർ ബോളിവുഡിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അന്നൊരു ഷോയ്ക്കകത്ത് അദ്ദേഹം പറയുന്ന ഒരു സീൻ ഉണ്ട്. ശരിക്കും അത് തന്നെയാണ് എനിക്ക് ഇവിടെ ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത്. വിജയ് വിൽ ബി ദ ലാസ്റ്റ് ഓഫ് ദ സൂപ്പർ സ്റ്റാർസ്. അതായത് വിജയ്ക്ക് പകരം അല്ലെങ്കിൽ രജനീകാന്തിന് പകരം ഇപ്പോൾ വേറൊരു ആക്ടർ വന്നു എന്ന് പറയുന്ന പോലെ വിജയ്ക്ക് പകരം ഇനി വേറൊരു ആക്ടർ വരുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഹി സച്ച് എ ബിഗ് സ്റ്റാർ, സച്ച് എ ബിഗ് സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു പാർട്ടിയുടെ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ തമിഴാണ്. എനിക്ക് തോന്നിയൊരു കാര്യം പല ലാംഗ്വേജിലായിട്ട് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഐ മീൻ പല ഫീഡുകളായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം കുറേ അധികം ആൾക്കാർ തമിഴ്നാടിൻ്റെ പുറത്തുണ്ട്, തമിഴല്ലാത്ത ഐ മീൻ മലയാളികളായിട്ടുള്ള വലിയൊരു ഫാൻ ബേസ് അദ്ദേഹത്തിനുണ്ട്. സോ എനിവേസ് ഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ. ഈവൻ മലയാളീസിന് പോലും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അംഗമാവാം, ഐ മീൻ ഇതിനകത്ത് ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. തമിഴക വെട്രിക്കഴകം എന്ന ഞങ്ങളുടെ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇന്ന് അപേക്ഷ നൽകി. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയം ഒരിക്കലും എനിക്ക് മറ്റൊരു തൊഴിലല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യപ്രവൃത്തിയാണ്. കാലങ്ങളായി ഞാൻ അതിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അന്നൊക്കെ മുമ്പേ അറിയായിരുന്നു, പല സോഴ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല, അതെൻ്റെ അഗാധമായ ആഗ്രഹമാണ്. പൂർണ്ണമായി എനിക്ക് അതിലേക്ക് ഇഴുകിച്ചേരണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതുവരെ കരാറുപ്പിട്ട സിനിമകൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ തെല്ലും ബാധിക്കാതെ പൂർത്തിയാക്കും. അതിനുശേഷം ജനസേവന രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി മുഴുകും. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുള്ള നന്ദി സൂചകമായി ഞാൻ ഇതിനെ കാണുന്നു എന്നാണ് വിജയ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മിക്കവാറും എല്ലാ ഫാൻസിൻ്റെ ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതായിരിക്കും വിജയുടെ ഏറ്റവും അവസാനത്തെ സിനിമ എന്നുള്ളൊരു കാര്യമാണ്. കാരണം തലപതി 69 ആണോ അവസാനത്തെ സിനിമ എന്നുള്ള കാര്യം ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം തലപതി 69 എന്ന് പറയുന്ന സിനിമയായിരിക്കാം മിക്കവാറും അവസാനത്തെ സിനിമ. കാരണം 2026 ഇദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് ഒഫീഷ്യലി കയറാനായിട്ട് പോകുന്ന എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അതിന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 സിനിമ കൂടി കഴിയുന്ന സമയത്ത് ഇദ്ദേഹം എല്ലാം പൂർത്തിയാക്കി പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സംശയിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലോകേഷ് കനകരാജിന്റെ ഇനി വരുന്ന സിനിമകൾ, ഐ മീൻ LCU സിനിമകളിൽ വിജയുടെ പ്രസൻസ് ഉണ്ടാവോ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ലോകേഷ് കനകരാജ് മുമ്പ് ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഓർക്കാണ്. ലിയോന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഒരു ഇന്റർവ്യൂക്കകത്ത് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട്. இப்போ இமீடியட்டாக நெக்ஸ்ட் வந்து தலைவர் படம் இருக்குது. ஸோ அது முடிச்சதுக்கப்புறம் கைதி 2 அது 2 தான் இப்போதைக்கு பிளானில் இருக்குது. ஐடியா என்ன இருக்குது, விஜய் நான் விட்ட போய் பண்ண வேண்டியது. വിജയ് സാർ പറയുന്നുണ്ടെങ്കിൽ, അണ്ണൻ പറയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഒരു സിനിമയുടെ ഒരു സ്റ്റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ആക്ച്വലി കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ പുതിയൊരു ഓപ്പൺ എൻഡിനിട്ടിട്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചേക്കുന്നത്. സോ ഇതുവരെയുള്ള എല്ലാ സിനിമകളും കമ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ സിനിമകളും പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് കയറാന്നുള്ളൊരു കാര്യം പറഞ്ഞേക്കുന്നത്. അത് പ്രകാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തലപതി 69 ആയിരിക്കില്ല അവസാനത്തെ സിനിമ, അതിനുശേഷം വരുന്ന സിനിമ കൂടി, ഐ മീൻ മേ ബി തലപതി 70 and 71 കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം തോന്നാണ്. കാരണം LCU സിനിമ അടുത്ത ഒരു ലിയോ 2 എങ്കിലും ചെയ്യാനായിട്ട് ഇദ്ദേഹം നിൽക്കുന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയവും സിനിമയും അദ്ദേഹത്തിന് വേറെയാണ്. ഒരിക്കലും രണ്ടും കൂടി അദ്ദേഹം ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 ഇദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് കയറാണെന്നുണ്ടെങ്കിൽ പിന്നെ സിനിമ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണോ MGR സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് വിട്ടുപോയത്, അതുപോലെ തന്നെ വിജയും ഈ ഒരു സ്ഥാനമെല്ലാം വിട്ടുമാറ്റിക്കൊണ്ട് സ്വന്തമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേവനം നടത്താനായിട്ടാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ബീങ് എ വിജയ് ഫാൻ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഇദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹം പല വേദികളിൽ വെച്ച് പറയുന്ന കുട്ടി സ്റ്റോറി ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണെന്നുണ്ടെങ്കിലും എവിടെ വെച്ചും പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ രീതികളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഇദ്ദേഹം അടിപൊളി തന്നെയാണ്. പക്ഷേ ഒരു പാർട്ടി രൂപീകരിച്ച് അതിനകത്ത് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇതിനു മുമ്പ് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വന്നേക്കുന്ന സമയത്ത് വിജയ് അടിപൊളിയായിട്ട് ജയിച്ചിട്ടുണ്ട്. വിജയുടെ പാർട്ടിയാണ് അന്ന് പ്രത്യേകിച്ച് പാർട്ടി രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. 115 പേരോളം വിജയിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ വലിയ രീതിക്കുള്ളൊരു വിജയം അന്ന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഒരു ട്രയൽ അടിച്ച് നോക്കി അന്ന് വലിയൊരു വിജയം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് പൂർണ്ണമായിട്ട് കയറാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്നതായിരുന്നു കാണാൻ വരുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് ഞാൻ മനസ്സിലാക്കിയത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് DMK എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഒട്ടും മോശം വരാത്ത ഒരു പാർട്ടി എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം DMK എന്ന് പറയുന്നത് ഒരുപാട് പരമ്പരാഗതമായിട്ട് അച്ഛൻ മകനായിട്ട് ഇങ്ങനെ ഓരോ ജനറേഷനായിട്ട് വളർന്നു വന്നേക്കുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ സ്റ്റാലിൻ്റെ ഒരു ഭരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഭരണമൊക്കെ ആണെന്നുള്ളൊരു കാര്യമാണ് പൊതുവേ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതിക്ക് നമ്മൾ പറയുന്നതാണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ കേട്ടിടത്തോളം ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ആണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നല്ല സപ്പോർട്ടുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടി എന്നുള്ളൊരു കാര്യമൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പാർട്ടി അവിടെ എത്തുന്ന സമയത്ത് DMKയുമായിട്ട് 2026 മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുമ്പ് രജനികാന്ത് ഇതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് ഇലക്ഷനൊക്കെ നിൽക്കാനായിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് നിങ്ങളൊക്കെ കേട്ട് കാണും 2018-19 സമയങ്ങളിലൊക്കെ അന്ന് BJP ഉണ്ടായിരുന്ന ഒരാൾ BJP രാജിവെച്ചുകൊണ്ട് പാർട്ടിയിൽ വന്ന് ജോയിൻ ചെയ്ത് പിന്നീട് ഒരു ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാനായിട്ട് നിന്നായിരുന്നു. അതായത് അടുത്ത ഇലക്ഷനകത്ത് ഞങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യാനായിട്ട് നിന്നായിരുന്ന സമയത്തായിരുന്നു പെട്ടെന്നായിരുന്നു രജനികാന്തിയുടെ ഡിസിഷൻ മാറ്റിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മറ്റൊക്കെ വെച്ചുകൊണ്ട് തനിക്കിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് കയറാനായിട്ട് താല്പര്യമില്ല എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് അതിന് പിന്മാറാണ് ചെയ്തിരുന്നത്. പക്ഷേ ബേസിക്കലി അന്ന് വന്നിരുന്ന സംഭവം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ചിനകത്ത് ഒരു ഇന്റേണൽ റിസർച്ച് നടത്തിയിരുന്ന സമയത്ത് രജനികാന്തിയുടെ ഇലക്ഷനകത്ത് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വിജയിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്നൊരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയെന്നുള്ളൊരു കാര്യമാണ് പിന്നീട് വന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷേ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ബെസ്റ്റ് സമയമാണ്. കാരണം ഒരു നടൻ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൈം ടൈം ഏതാണെന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. കാരണം തമിഴ്നാട്ടിൽ ഇനി ഇത് കൂടുതലൊന്നും കൊടുക്കാനായിട്ട് വേറെ ഇല്ല. അത്രയും മാത്രം പുതിയ റെക്കോർഡുകളാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിലോട്ട് ഇദ്ദേഹം കയറാൻ നിൽക്കുന്ന സമയത്ത് അതൊരു നല്ല ഡിസിഷനാണോ മോശം ഡിസിഷനാണോ എന്നൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം പാർട്ടിയിലോട്ട് കയറി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഫ്ലോയിൽ പോകും. ഇദ്ദേഹം സിനിമ നന്നാക്കിയിട്ട് നിർത്തും. ആടും മറ്റൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മുമ്പത്തെ പോലെ ആണെന്നുണ്ടെങ്കിൽ പഴയ MGRൻ്റെ കാലഘട്ടത്തിലെ പോലെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ വോട്ട് ഒരുപാട് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതല്ല ഇന്ന് ആൾക്കാർ പാർട്ടിയുടെ അപ്പുറത്തോട്ട് വ്യക്തിനെ നോക്കി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതല്ല ഒരു പക്ഷേ ഈ ഒരു പാർട്ടി വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വീണ്ടും തിരിച്ചു വരുമോ, അങ്ങനെ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർഡത്തിന് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എനിവേസ് വിജയ് എന്ന് പറയുന്ന ആക്ടർ ഒഫീഷ്യലി ഇപ്പോൾ ഡിക്ലെയർ ചെയ്തേക്കാണ്. ഹി വിൽ ബി ഓൺ ദ ഇലക്ഷൻ ഓൺ 2026 2026 അദ്ദേഹം ഇലക്ഷന് നിൽക്കാനായിട്ട് പോവാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് എന്ന് പറയുന്നത് തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഇനി വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടർ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ മേഖലയിൽ നിന്ന് ഇദ്ദേഹം മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടയറിലോട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടയർ 1 ടയർ 2 എന്ന് പറയുന്ന ഒരുപാട് ടയേഴ്സിൽ പല ആക്ടേഴ്സ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ടയർ 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് ആൻഡ് രജനികാന്ത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം വേറൊരു ആക്ടേഴ്സും കമ്പാരിറ്റീവ്ലി കളക്ഷൻ ബേസിസിൽ ഐ മീൻ സിനിമയുടെ ബിസിനസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം കളക്ഷൻ നേടിയേക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ കാണാൻ പറ്റുന്നില്ല. സൂര്യക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇനി ടയർ 2 നിൽക്കുന്ന ഒരു ആക്ടേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവകാർത്തികേയൻ അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഐ മീൻ ധനുഷ്, ശിവകാർത്തികേയൻ, പിന്നീട് നമ്മുടെ വിജയ് സേതുപതി ഇങ്ങനെ കുറച്ച് ആക്ടേഴ്സുകൾ ടയർ 2 നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. വിജയ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാർ ഈ ഒരു ടയറിൽ നിന്ന് മാറുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് പൂർണ്ണമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശിവകാർത്തികനെ പോലുള്ള ആക്ടേഴ്സുകളായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു കാര്യം. ഐ മീൻ ഒബ്വിയസ്ലി ഈസ് ദ സൂപ്പർ സ്റ്റാർ ബട്ട് നോട്ട് അപ് ടു വിജയ് എന്നാണ് ഞാൻ പറയാം. ഒരിക്കലും വിജയ്ക്ക് പകരം വെക്കാനോ വിജയ്ക്ക് പകരക്കാരനാവാനോ ശിവകാർത്തികനെ കൊണ്ടൊന്നല്ല ഒരാളെ കൊണ്ട് സാധിക്കുന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നില്ല. ഈവൻ ദോ ഹി ഹാസ് എ ബിഗ് ഫാൻ ബേസ്. വിജയുടെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല. ആക്ച്വലി ഇപ്പോൾ വന്നേക്കുന്ന ന്യൂസ് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ഒഫീഷ്യൽ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആൻഡ് ഇതിനകത്ത് ഇദ്ദേഹത്തോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ബൂമിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് 1 മില്യൺ അടിച്ചേക്കുന്ന 3ാമത്തെ ആളായിരുന്നു വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ളൊരു സമയത്ത് ഇദ്ദേഹം മൊബൈൽ ആപ്പ് മറ്റൊക്കെ തുടങ്ങിക്കൊണ്ട് തമിഴ്നാട്ടിൽ മാത്രമല്ല തമിഴ്നാട്ടിൻ്റെ പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇദ്ദേഹത്തിൻ്റെ ഫാൻസിന് പോലും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ടൊരു സെറ്റപ്പാണ് ഇദ്ദേഹം ചെയ്യാനായിട്ട് നോക്കുന്നത്. സോ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത്. സോ സിനിമയിൽ നിന്ന് ഇദ്ദേഹം പോയാലും ഇദ്ദേഹത്തിന് പകരം റീപ്ലേസ് ചെയ്യാനായിട്ട് മറ്റൊരു ആക്ടറെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ഓരോ കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ MGRൻ്റെ കാലഘട്ടത്തിൽ MGR അവിടെ ഉണ്ടായിരുന്നു, ശിവാജി ഗണേശൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത്, കമലഹാസൻ വന്നു. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് വന്നു, അജിത്ത് വന്നു, പിന്നെ സൂര്യ വന്നു. ഇങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരാൾക്ക് പകരക്കാരനാവാനായിട്ട് പറ്റില്ലെങ്കിലും അടുത്തടുത്ത ആക്ടേഴ്സ് പുതിയ ജനറേഷൻ
ജനറേഷൻ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നുകൂടി പറയാണ്. ഷാരൂഖ് ഖാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഐ എം ദ ലാസ്റ്റ് ഓഫ് ദ സ്റ്റാർസ് എന്ന് പറയുന്ന പോലെ ഇദ്ദേഹമായിരിക്കാം ഒരു പക്ഷേ അവസാനത്തെ ദി സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാ ഫാൻസിനും തന്നെ എനിക്ക് പറയാനായിട്ടുണ്ടാവുക. കാരണം ഒരു ബീങ് എ വിജയ് ഫാൻ എന്നുള്ളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെറുപ്പത്തൊട്ട് കണ്ടു എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചേക്കുന്ന, ഒരുപാട് നമ്മളെ ഫോളോ ചെയ്യിപ്പിച്ചേക്കുന്ന ഒരു ആക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റി മറ്റൊക്കെയാണ്. ആൻഡ് ബീങ് എ സൂപ്പർ സ്റ്റാർ ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ നല്ലൊരു സിനിമ കണ്ടു, അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കണ്ടു. അതിനകത്ത് കാണുന്ന പോലെയാണ് ഫ്രം എ വെരി സ്മോൾ നെയിം ജോസഫ് വിജയ് എന്ന് പറയുന്ന വെറും ഒരു ബഡിൽ നിന്ന് പിന്നീട് വളർന്ന് പന്തലിച്ചേക്കുന്ന ഒരു വലിയൊരു ആക്ടറായിട്ട് മാറി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേര് ചവിട്ടി താഴ്ത്താനായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫ്ലോപ്സുകൾ വന്നു, ഹിറ്റ് വന്നു, ബ്ലോക്ക് ബസ്റ്റേഴ്സുകൾ വന്നു. പക്ഷേ ഇന്ന് വിജയുടെ സ്റ്റാർഡം എന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ്ലി അൺകമ്പയറബിൾ ആണ്. കാരണം ഒരു സിനിമ വരുന്ന സമയത്ത് തമിഴ് ഇൻഡസ്ട്രിയുടെ തന്നെ അടുത്ത ബെഞ്ച് മാർക്ക് ആവാനും സ്കീമാറ്റിക്സ് മാറ്റാൻ മാത്രം അത്ര കെൽപ്പുള്ള ഒരു നടൻ തന്നെയാണ് വിജയ് എന്ന് പറയുന്നത്. സോ ഇത്രയും മാത്രം വലുതായിക്കുന്ന, ഇത്രയും മാത്രം വളർന്ന് പന്തലിച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻസ്പിറേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഐ മീൻ സിനിമയിൽ നിന്ന് മാറുന്നത് ഒരു നല്ലൊരു ഡിസിഷനാണോ, അതോ പാർട്ടിയിൽ ഇദ്ദേഹം വിജയിക്കുമോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വിജയ് ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്ന് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾ സെബാസ്റ്റ്യൻ.